നമുക്കൊന്നൊരു സിമ്പിളായിട്ട് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. അതിനായിട്ട് 1.5 കപ്പ് അരിപ്പൊടിയാണ് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദ, അതിൽ കൂടെ ഒരു 1/4 കപ്പ് റവയും കൂടി ഇടുവാണേ. ഇത് മിക്സിയുടെ ജാറിലോട്ട് 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 ഏലക്കാക്കൂടെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിക്കുന്ന കൂടെ ഈ ചെറിയ പഴവായൻ്റെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിവിടെ ചേർത്ത് നമുക്ക് അരച്ചുകൊണ്ട് വരാം. 1/2 കിലോ ശർക്കര 2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മളൊന്ന് ഉരുക്കി അരിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ചൂടോടുകൂടി തന്നെയാണ്. കുറേശ്ശെ ഒഴിച്ച് നോക്കാം. കട്ട കെട്ടാതെ ഇളക്കിയെടുക്കാം. അര കിലോ ശർക്കരയുടെ പാനി മുഴുവനും വേണം. ഇത് 1/2 മുറി തേങ്ങ നെയ്ക്കകത്ത് വറുത്തെടുത്താണ്. 3 സ്പൂണ് എള്ളും ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഏലക്കായും പഞ്ചസാരയും അടിച്ചതിനകത്തൂടെ പഴവും കൂടി ചേർത്ത് അടിച്ചതാണ്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. കൂടെ മിക്സ് ചെയ്യാം. ഒരു 1/4 സ്പൂണ് ചുക്ക് പൊടിയും കൂടി ചേർക്കാം. ഒരു നുള്ള് ഉപ്പ്. നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. വെള്ളം പോരെങ്കിൽ കുറച്ച് തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിക്കാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് കട്ടയില്ലാതെ ആക്കിയെടുക്കാം. 2 സ്പൂൺ വെള്ളം കൂടി ഇത് ചേർത്തിട്ടുണ്ട്. ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിൻ്റെ കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. എണ്ണ ചൂടായി വരുന്നത് വരെ മാത്രം ഒന്ന് മൂടി വെക്കാം. അതൊരു ദോശമാവിൻ്റെ അളവിലാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. ഇതാ, ഇനി ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കോരി അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഒരു ചട്ടിയിലും കൂടി എണ്ണ വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാനെടുക്കാൻ പോകുന്നു. ഇതാണ് അതിൻ്റെ പാകം. ഒരു ദോശമാവിൻ്റെ അളവിൽ നമുക്കിത് കുറേശ്ശെ കോരി ഒഴിക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. നടുക്ക് ഭയങ്കര ചൂടായിരിക്കും. നമുക്ക് അരികിൽ നിന്ന് ഒഴിച്ചു തുടങ്ങാം. ഷേപ്പായി കഴിയുമ്പോൾ നമുക്ക് ആ ചട്ടിയിലോട്ട് കോരിയിടാം. അപ്പോൾ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതാ നമ്മൾ ഷേപ്പായപ്പോൾ അതെല്ലാം കോരി ഈ ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നമുക്ക് ഒരു മീഡിയം തീയിൽ വെന്തെടുക്കാം. നമുക്ക് നിറവായതൊക്കെ കോരിയെടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.